ഹലോ ഗൈസ്, ചെമ്പനപ്പൂവിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നീലിമ ഇരിക്കുന്ന കാറിൻ്റെ അടുത്ത് തന്നെയാണല്ലോ സുധി നിന്ന് ഫോൺ ചെയ്യുന്നത്. നീലിമ എന്നിട്ട് സുധി കാണാതെ മുഖം പൊത്തി പിടിച്ചിരിക്കുന്നുണ്ട്. ആ സമയത്ത് അങ്ങോട്ട് സച്ചി ഇറങ്ങി വരുന്നുണ്ട്. സച്ചി എന്നിട്ട് സുധിയോട് പറയും, എടാ അങ്ങോട്ട് മാറി നിൽക്ക്, എൻ്റെ കാറിൽ ചാരി നിൽക്കാതെ, എനിക്കിപ്പോൾ ഓട്ടം പോകേണ്ടതാണ്, നീ അങ്ങോട്ടെങ്ങനെ ചെല്ല്, ആ പൂജ ചെയ്യുന്നിടത്ത് അങ്ങനെ നിൽക്കുക, എന്നാലേ നിൻ്റെ അമ്മായിപ്പൻ അങ്ങ് മലേഷ്യയിൽ നിന്ന് ജയിലിൽ നിന്ന് ഇറങ്ങത്തുള്ളൂ. എന്നിട്ട് സച്ചി കാറിനകത്ത് കയറിയിരിക്കുമ്പോഴത്തേന് നീലിമ മുഖം പൊത്തി പിടിച്ചിരിക്കുന്ന കാണും. എൻ്റെ മേഡം എന്താ ഉറങ്ങുകയാണോ എന്ന് ചോദിക്കുമ്പോഴത്തേന് ഇല്ല, ഞാൻ ഉറങ്ങുകയല്ലായിരുന്നെന്ന് നീലിമയും മറുപടി പറയുന്നുണ്ട്. എന്താ സച്ചി താമസിച്ച് പോയെന്ന് ചോദിക്കും. അത് പിന്നെ പൂജയുടെ ഇച്ചിരി തിരക്കായി പോയി മാഡം, അതുകൊണ്ടാണ് നമുക്ക് പോകാമെന്ന് പറയും. ശരി പോയേക്കാമെന്ന് നീലിമയും പറയുന്നുണ്ട്. അന്നേരം സുധി അവിടെ നിൽക്കുന്നതിൽ ആകെ ടെൻഷനിലാണ് നീലിമ. സുധി അവിടെ ഫോൺ ചെയ്തുകൊണ്ട് അങ്ങ് നിൽക്കുകയാണ്. ബ്രോ എന്ന് വിളിക്കുന്ന കൂട്ടുകാരനെയാണ് വിളിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അയ്യോ സമയം പോയി, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെന്ന് പറഞ്ഞ് സുധി അങ്ങ് കയറി പോവുകയാണ്. ഈ സമയം പരിഹാര കർമ്മങ്ങൾ ചെയ്ത് മടുത്തിരിക്കുകയാണ് ശ്രുതി. അന്നേരം ഇനി മതി ആൻറ്റി, നമുക്ക് പോയേക്കാമെന്നൊക്കെ ശ്രുതി പറയുന്നുണ്ട്. പോരാ, ഞാൻ പറയുന്ന പോലെ ഇനിയും ചെയ്യാനുണ്ടെന്നൊക്കെ പറയും. അന്നേരത്തേന് വർഷ പറയും, ചേച്ചി ഇനിയും തലയും കുത്തി നടക്കേണ്ടി വരുമെന്ന്. അപ്പോൾ ശ്രീകാന്ത് വഴക്ക് പറയുന്നുണ്ട്, നീ എന്താ ഈ പറയുന്നത് വർഷം, മിണ്ടാതിരിക്കുന്നൊക്കെ പറയും. എല്ലാവരും പറയുന്നുണ്ട് മതി അമ്മേ, ഇനി ചെയ്യിക്കണ്ട എന്നൊക്കെ പറയും. അതൊന്നും പറ്റത്തില്ല, ഇനിയിപ്പോൾ ഒരു തൊഴുതിട്ട് ചരട് കിട്ടുന്ന ഒരു ചടങ്ങ് മാത്രമേ ഉള്ളെന്ന് പറയും. അപ്പം രേവതിയും പറയുന്നുണ്ട്, വേണ്ട അമ്മ, ഇത്രയും മതി, ഇനിയിപ്പോൾ ശ്രുതി താഴെ വീണ് പോകുമെന്ന്. നിനക്കല്ലേലും ശ്രുതിയുടെ അച്ഛൻ ജയിലിൽ നിന്ന് ഇറങ്ങുന്ന ഇഷ്ടമില്ലല്ലോ, അതുകൊണ്ടായിരിക്കും അങ്ങനെയൊക്കെ പറയുന്നതെന്ന് ആണ് ചന്ദ്രമതി പറയുന്നത്. പിന്നെ ഇവരെല്ലാവരും കൂടെ ചെന്ന് പൂജാരിയെ കാണുന്നുണ്ട്. പൂജാരിയോട് പറയുമ്പോൾ പൂജാരി പറയും, ഇനിയിപ്പം ചരട് കെട്ടി പ്രാർത്ഥിച്ചാൽ മതിയെന്ന് പറയും. എന്നിട്ട് പൂജാരി വന്ന് ചോദിക്കുന്നുണ്ട്, മോളുടെ അച്ഛൻ്റെ പേരെന്താണെന്ന്. അത് പിന്നെ അച്ഛൻ്റെ പേരെന്നൊക്കെ പറഞ്ഞ് ശ്രുതി അങ്ങ് തത്തി കളിക്കുകയാണ്. എന്നാണ് എല്ലാവരും ചോദിക്കും, അതെന്താ അച്ഛൻ്റെ പേര് പറയാൻ ഇത്ര ബുദ്ധിമുട്ടെന്ന്. അല്ല, ജയ എന്ന് പറയുന്നുണ്ട്. ജയയോ, അതൊരു ആണുങ്ങളുടെ പേരല്ലല്ലോ, പെണ്ണിൻ്റെ പേരല്ലേന്ന് ചോദിക്കും. അത് പിന്നെ എന്നൊക്കെ ചോദിക്കുമ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട്, അതെന്താ ശ്രുതിയുടെ അച്ഛൻ്റെ പേര് ശ്രുതിക്ക് അറിയത്തില്ലേന്ന്. ജയ എന്നൊക്കെ പറയുന്നത് പെൺപിള്ളേരുടെ പേരല്ലേ എന്ന് രേവതിയും ചോദിക്കും. അതല്ല ഞാൻ ഉദ്ദേശിച്ചത്, ജയമോഹൻ എന്നാന്ന് പറയും. അത് പറയാൻ എന്തിനാ ഇത്ര താമസിക്കുന്നു പൂജാരി ചോദിക്കുന്നുണ്ട്. എന്നാൽ പിന്നെ ഇനി ജയമോഹൻ്റെ പേരും പറഞ്ഞ് പ്രാർത്ഥിക്കാമെന്നൊക്കെ പറയും. അന്നേരത്തേന് ഉടനെ ശ്രുതിയും പറയും, അവൾ പിന്നെ ആകെ ടയേർഡാതിരുമേനി, അതുകൊണ്ട് അങ്ങ് ആകെ ടെൻഷനായി പോയത് കൊണ്ടാണെന്നൊക്കെ പറയും. എന്തായാലും ഇനിയിപ്പം പ്രാർത്ഥിച്ച് തൊഴുതോളാനൊക്കെ പറയുന്നുണ്ട്. എന്താ ചരടും കൈ കൊടുക്കും. അന്നേരം ചന്ദ്രമതി അതൊക്കെ കിട്ടിയിട്ട് പിന്നെ വന്ന് പറയും, എന്നാൽ ഇനി പ്രാർത്ഥിക്ക്, അച്ഛൻ്റെ നാളൂടെ പറയാൻ പറയും. നാള് കുംഭോ എന്ന് പറയും. കുംഭോ, അതൊരു മാസമല്ലേ എന്ന് ചോദിക്കും. അത് പിന്നെ അല്ല, ഭരണിയാന്ന് പറയും. അതെന്നെ ഇത്രയൊക്കെ താമസം വരുന്നതെല്ലാം നോക്കി. അപ്പോൾ രേവതിക്കൊരു ഡൗട്ടൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ, ശരിക്കും ഈ ശ്രുതി ഇങ്ങനെ പറയുന്നതെല്ലാം നുണയാണോ എന്ന്. ചടങ്ങെല്ലാം കഴിഞ്ഞ് പിന്നെ ശ്രുതി വന്നിരുന്ന് കൂട്ടുകാരിയെ വിളിച്ച് പറയുന്നുണ്ട് കാര്യങ്ങളൊക്കെ. അപ്പോൾ ശ്രുതിയെ കൂട്ടുകാരി അങ്ങ് കളിയാക്കി ചിരിക്കുന്നുണ്ട്. ഇല്ലാത്തൊരച്ഛൻ്റെ പേരിൽ എന്തെല്ലാം നീ കാട്ടിക്കൂട്ടുന്നത്. എന്തായാലും ഈ 48 ദിവസത്തേക്ക് നിനക്ക് വ്രതമാണല്ലോ, നീ ഒന്നും കഴിക്കണ്ട കേട്ടോ, ഞാനിപ്പോൾ ഇച്ചിരി അൽഫാം മേടിച്ച് വെച്ചിട്ടുണ്ട്, അതൊന്ന് കഴിക്കട്ടെ എന്ന് പറയും. നീ എന്നെ ഇങ്ങനെ കൊതിപ്പിക്കാതെ വെച്ചിട്ട് കൂടി എന്നൊക്കെ പറഞ്ഞ് ഫോൺ വെക്കുകയാണ് ശ്രുതി. ആ സമയത്ത് ശ്രുതി മുറിയിലേക്ക് കയറി വരുന്നുണ്ട്. അന്നേരം ശ്രുതിയോട് ശ്രുതി പറയും, എൻ്റെ കൈക്കൊക്കെ ഒട്ടും വയ്യ, ഭയങ്കര വേദനയാണെന്ന് പറയും. കാലിനും വയ്യെന്നൊക്കെ പറയുമ്പോഴത്തേന് ശ്രുതി ഇങ്ങനെ കയ്യും കാലും ഒക്കെ തിരുമ്മി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങോട്ട് ചന്ദ്രമതി കയറി വന്നിട്ട് പറയും, എന്തായി കാണിക്കുന്നത് ചോദിക്കും. നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ ഇവളുടെ മുറിയിൽ വരിക പോലും ചെയ്തേക്കരുതെന്ന്, ഇവൾക്ക് 48 ദിവസത്തേക്ക് ഇനി വ്രതമാണ്, നീ ഇനി ഇവളുടെ 7 അയലക്കത്ത് വന്നേക്കരുതെന്ന് പറയും. നിന്നോടുകൂടെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ശ്രുതിയും വഴക്ക് പറയുന്നുണ്ട്. ഇനി വ്രതം എങ്ങാനും തെറ്റിച്ചാൽ എൻ്റെ സ്വഭാവം മാറും കേട്ടോ എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ടാണ് ചന്ദ്രമതി പുറത്തേക്ക് പോകുന്നത്. പിന്നീട് കാണിക്കുന്നത് രേവതി ഇങ്ങനെ ഹാളിൽ നിൽക്കുന്ന സമയത്ത് ശ്രീകാന്തും വർഷയും ഇറങ്ങി വന്നിട്ട് പറയും, നമുക്ക് ഫുഡ് പുറത്തുനിന്ന് ഓർഡർ ചെയ്യാം ചേച്ചി എന്ന് പറയും. എന്നാലും വേണ്ട മോളെ, ഞാൻ ഉണ്ടാക്കി തരാമെന്നൊക്കെ പറയും. അതല്ല, എനിക്കിപ്പം ചിക്കൻ ഫ്രൈ തിന്നണമെന്ന് തോന്നുന്നൊക്കെ പറയുമ്പോഴത്തേന് പറയും, അതൊന്നും പറ്റത്തില്ല മോളെ, വേണ്ട, നമുക്ക് പുറത്തുനിന്നൊന്നും കഴിക്കണ്ട, ഇവിടെ തന്നെ വെച്ചുണ്ടാക്കാമെന്നൊക്കെ പറയും. ഞാൻ ഉണ്ടാക്കി തരാമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചന്ദ്രമതി അങ്ങോട്ട് വരും. അപ്പോൾ ചന്ദ്രമതി ചോദിക്കുക, എന്താ കാര്യം എന്ന് പറയും. വർഷയ്ക്ക് ഇത് ചിക്കൻ ഫ്രൈ കഴിക്കണമെന്ന് തോന്നി, അതുകൊണ്ട് പുറത്തുനിന്ന് ഉണ്ടാക്കണ്ട, ഞാനെന്നാൽ ഇവിടെ ഉണ്ടാക്കി തരാമെന്ന് പറയുമായിരുന്നു പറയും. അതൊന്നും പറ്റത്തില്ല മോളെ, വർഷം ഇപ്പം ഇവിടെ നോയമ്പല്ലേ, അതുകൊണ്ട് വ്രതം എടുക്കുന്ന വീട്ടിൽ നമ്മൾ ഇറച്ചി മീനും ഒന്നും കയറ്റാൻ പറ്റത്തില്ലെന്ന് പറയും. അതിനെന്തിനാണ് നമ്മൾ പട്ടിണി കിടക്കുന്ന, ചേച്ചിയല്ലേ ചെയ്യുന്നുള്ളതെന്നൊക്കെ പറയും. അത് ശരിയാകത്തില്ല, എന്നാലേ ഫലം കിട്ടത്തുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് അങ്ങോട്ട് സച്ചിയും വരും. അതുപോലെ സച്ചി പറയും, ആഹാ കൊള്ളാമല്ലോ, ഇതെന്തിനാ ഇവർക്ക് വേണ്ടി എല്ലാവരും കൂടി ഇങ്ങനെ പട്ടിണി കിടക്കേണ്ട ഗതികേട് വരുന്നതെന്നൊക്കെ ചോദിക്കും. ഉടനെ പറയും, അത് എല്ലാവർക്കും ഒരുപോലെ തന്നെ ഇങ്ങനെയൊക്കെ വ്രതം എടുത്താൽ മാത്രമേ ഇതിനൊരു ഫലം കിട്ടത്തുള്ളൂ, അതുകൊണ്ടാണ് എന്ന് പറയുന്നുണ്ട്. ഉടനെ സച്ചി പറയും, എന്നാൽ ശരിയാണ്, പക്ഷേ ഇങ്ങനെയൊന്നും അല്ലല്ലോ
വ്രതമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വെറും പായേ കിടക്കണം, ഫുഡൊക്കെ സ്വന്തമായിട്ട് ഉണ്ടാക്കണം, എല്ലാവർക്കും ഉണ്ടാക്കി കൊടുക്കണം, അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് ചടങ്ങുകളുണ്ട്. അതെല്ലാം ചെയ്താൽ മാത്രമേ ഫലം കിട്ടത്തുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോഴത്തേന് വർഷം അങ്ങ് ചിരിക്കുന്നുണ്ട്. ഇങ്ങനൊരു പണി ശ്രുതിക്കിട്ട് കൊടുക്കുകയാണല്ലോ എന്ന് ഓർത്തിട്ട്. അത് ശ്രുതി എന്നെ അങ്ങ് വല്ലാതായി നിൽക്കുന്നുണ്ട്, ആഹാരം ഉണ്ടാക്കുന്ന കാര്യം എങ്ങനെയാണെന്ന് ഓർത്ത്. അപ്പം ചന്ദ്രമതി ആദ്യം പറയും, എന്നാൽ രേവതി ശ്രുതിക്ക് വല്ല ആഹാരം ഉണ്ടാക്കി കൊടുക്കാൻ. അതൊന്നും പറ്റത്തില്ലെന്ന് ഉടനെ രവീന്ദ്രൻ പറയുന്നുണ്ട്. ആഹാരം സ്വന്തമായി ഉണ്ടാക്കി കഴിക്കണമെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്, അതുകൊണ്ട് സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ പറയും. ഉടനെ സച്ചി പറഞ്ഞ് കേൾക്കുമ്പോഴത്തേന് അതൊന്നും സച്ചിയുടേത് അംഗീകരിക്കാനായിട്ടൊന്നും ചന്ദ്രമതിക്ക് പറ്റുന്നില്ല. ചന്ദ്രമതി ഉടനെ പറയും, ഈ വീട്ടിലെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ഞാനാണ്, അതുകൊണ്ട് ഞാൻ പറയും ശ്രുതി പോയി ആഹാരം ഉണ്ടാക്കുക, എന്നിട്ട് ബാക്കിയുള്ളവർക്കോടുള്ള ആഹാരം ഉണ്ടാക്കുക, വാ ഞാൻ വരാമെന്ന് പറഞ്ഞ് അകത്തേക്ക് പോകും. അന്നേരത്തേന് ഉടനെ രവീന്ദ്രൻ ചോദിക്കും, എന്താ രേവതി എങ്ങോട്ടാന്ന് ചോദിക്കും. രേവതി അടുക്കളയിലോട്ട് പോകാൻ തുടങ്ങുകയായിരുന്നു. എന്നെ പറയും, മോളെ എങ്ങോട്ട് പോകാനാന്ന് ചോദിക്കും. എന്നെ പറയും, അത് അമ്മയും പിന്നെ ശ്രുതിയെ ഒന്ന് സഹായിക്കണ്ടേ അച്ഛാന്ന് ചോദിക്കും. അതൊന്നും പറ്റത്തില്ല, ഇതിൻ്റെ പേരിൽ അവരിന്ന് ആഹാരം ഉണ്ടാക്കട്ടെ, അതുകൊണ്ട് മോൾക്ക് ഇന്ന് റെസ്റ്റാണ്, മോള് പോയി മുറി ഇരുന്നോളാൻ പറഞ്ഞ് അകത്തേക്ക് വിടുകയാണ്. അന്നേരം രവീന്ദ്രനും സന്തോഷമുണ്ട്, ചിരിച്ചാണ് ഇതൊക്കെ പറയുന്നത്. അത് കേൾക്കുമ്പോഴത്തേന് രേവതിക്ക് ഒരു സന്തോഷത്തോടുകൂടി ഇങ്ങനെ ചിരിച്ച് നിൽക്കുന്നത് കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.